ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നല്ല അടിപൊളി കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കീസ് എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാമോളം ബട്ടറും ഒരു പിഞ്ച് ഉപ്പുമാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടറും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തത്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് പാലൊഴിച്ചിട്ട് ലൂസായി പോകരുത്. നമ്മുടെ മാവ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കണം, അത്രേ വേണ്ടൂ. അതുപോലെ കയ്യിലെടുത്തിട്ട് ബോൾസ് ആക്കുമ്പോൾ ക്രാക്കൊന്നും ഇല്ലാതെ കിട്ടണം. ആ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഒരുപാട് പ്രസ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയൊന്നും കുഴച്ചെടുക്കണ്ട. കുറച്ച് സോഫ്റ്റായിട്ട് ഫിംഗേഴ്സ് വെച്ച് മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ ഇപ്പോൾ ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മാവുണ്ടല്ലോ, അത് ഇതുപോലെ കയ്യിൽ വെച്ച് ബോൾസ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ മാത്രം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കോട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതുമാണ്. ഷേപ്പിൽ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിമിൻ്റെ ടൈമൊക്കെ ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ട്, അതായത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറി വരും. അപ്പോൾ മുകളിൽ ഇതുപോലെ ക്രാക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഞാനിവിടെ സെക്കൻഡ് സെറ്റും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. അപ്പം വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമ്മുടെ കുക്കീസ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് കുക്കീസ് സെറ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.